മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. പൊന്മുണ്ടം പഞ്ചായത്തിനെ ഇനി ജനകീയ മുന്നണിയിലെ ആർ കോമുകുട്ടി നയിക്കും. ഇത് രണ്ടാം തവണയാണ് കോൺഗ്രസ് നേതാവായ കോമുകുട്ടി പ്രസിഡന്റാവുന്നത്. മുന്നണി സംവിധാനമില്ലാതെ കോൺഗ്രസും മുസ്ലിം ലീഗും നേർക്കുനേർ മത്സരിച്ച പൊന്മുണ്ടം പഞ്ചായത്തിൽ ജനകീയ മുന്നണി 13 സീറ്റുകൾ നേടിയാണ് ഭരണത്തിലെത്തിയത്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ കോമുകുട്ടി ഭരണാധികാരി മുമ്പാകെ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. മുസ്ലിം ലീഗിന് കനത്ത തിരിച്ചടി നൽകി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ജനകീയ മുന്നണി ഭരണം പിടിച്ച പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് നേതാവ് ആർ കോമുകുട്ടിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന വോട്ടെടുപ്പിൽ 11ാം വാർഡിൽ നിന്നുള്ള അലവി നിർദ്ദേശിക്കുകയും അസ്മ പിന്താങ്ങുകയും ചെയ്തു. മുസ്ലിം ലീഗിലെ സഫിയ ഈങ്ങപ്പള്ളിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. കുഞ്ഞാമുട്ടി നിർദ്ദേശിക്കുകയും മുഫീദ പിന്താങ്ങുകയും ചെയ്തു. ആർ കോമുകുട്ടിക്ക് 13ഉം സഫിയക്ക് 5 വോട്ടുകൾ ലഭിച്ചു. 13 വോട്ട് കിട്ടിയ കോമുകുട്ടിയെ ജയപ്പെടുത്തി. ആർ കോമുകുട്ടി ഭരണാധികാരി മുമ്പാകെ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കോമുകുട്ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ നേർക്കുനേർ മത്സരിച്ച പൊന്മുണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലാണ് CPM-നെയും ചേർത്ത് ജനകീയ മുന്നണി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ലീഗിൻ ശക്തി കേന്ദ്രത്തിലാണ് ഇത്തവണ മുസ്ലിം ലീഗ് തകർന്നടിഞ്ഞത്. 18 സീറ്റുകളിൽ ലീഗിന് ജയിക്കാനായത് 5 മാത്രമാണ്. ആർ കോമുകുട്ടി ഇത് രണ്ടാം തവണയാണ് പ്രസിഡന്റ് പദവിയിലെത്തുന്നത്. ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് ആർ കോമുകുട്ടി പറഞ്ഞു. ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന് കൂട്ടായി 18 മെമ്പർമാരുമായി കൂടി ആലോചിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മുൻതൂക്കം നൽകുക. ഞങ്ങൾ മത്സരരംഗത്ത് വന്നപ്പോൾ തന്നെ 2040 പൂർത്തിയാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രകടന പത്രികയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് വേണ്ട രൂപത്തിൽ മുൻഗണന നിശ്ചയിച്ച് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് ഞാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നാട്ടുകാരുടെയും എൻ്റെ സഹപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അകമഴിഞ്ഞ പിന്തുണ കിട്ടേണ്ടതുണ്ട്. അവരവർക്ക് നൽകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. ഈ പൊന്മുണ്ടം ഈ മേഖല എന്ന് പറഞ്ഞാൽ ഒരു മൺപ്രദേശമായി നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഈ പൊന്മുണ്ടം ഭാഗത്തു നിന്ന് ഒരു വെള്ളം എടുത്ത് ഒരു കുടിവെള്ള പദ്ധതി ആസൂത്രണം ചെയ്യാൻ കഴിയില്ല. കാരണം ഭാരതപ്പുഴയിലുള്ള ജലജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ എന്താ തടസ്സം എന്ന് നോക്കി അത് മനസ്സിലാക്കി അത് പൂർത്തിയാക്കുന്നതിന് വേണ്ട സഹായ സഹകരണങ്ങൾ കൊടുക്കലാണ് പഞ്ചായത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാഴ്ചപ്പാട്.